നമസ്കാരം. വീണ ജോർജിനെ ചതിച്ചത് ആ പോലീസുകാരൻ. ആരോഗ്യമന്ത്രിയുടെ നിലവിളി പക്ഷേ ആരും കേട്ടില്ല എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ആരോഗ്യമന്ത്രിയുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശാരീരികമായിട്ടുള്ള അക്രമത്തിന്റെ അടയാളങ്ങളൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വീണ ജോർജിന്റെ വാദത്തിന് എതിരാകുന്നത് എന്നതാണ്. മന്ത്രിയുടെ വാദങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ പൊളിയുന്നത് സർക്കാരിനും CPM-നുമൊക്കെ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാവുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ തനിക്ക് മർദ്ദനമേറ്റു എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദങ്ങൾ തത്വത്തിൽ പാളുകയാണ്. മന്ത്രിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിലെ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന മന്ത്രിയുടെ പരാതിയെ അപ്പാടെ തള്ളുന്നതാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട്. മർദ്ദനമേറ്റെന്ന് പറയുന്ന ഭാഗങ്ങളിൽ ആയുധം ഉപയോഗിച്ചുള്ള മുറിവോ ചതവോ പോലും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ മാസം 25-നാണ് വിവാദമായിട്ടുള്ള ആ സംഭവം നടന്നത്. KSU പ്രതിഷേധത്തിനിടെ കഴുത്തിന് പരിക്കേറ്റെന്ന് ആരോപിച്ച് മന്ത്രി ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. പ്രതികൾ കഴുത്തിന് ആക്രമിച്ചതായിട്ട് മന്ത്രി ആരോപിച്ചിരുന്നുവെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. കഴുത്തിന്റെ പല ഭാഗങ്ങളിലും തൊടുമ്പോൾ വേദനയുണ്ട് എന്ന് മന്ത്രി അറിയിച്ചതല്ലാതെ ശാരീരികമായ അക്രമത്തിന്റെ അടയാളങ്ങളൊന്നും ഡോക്ടർമാർക്ക് കണ്ടെത്താനായിട്ടുമില്ല. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നിട്ടില്ല എന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസും നേരത്തെ മൊഴി നൽകിയിരുന്നു. ആ പോലീസുകാരാണോ ചതിച്ചത് എന്നാണ് ഇപ്പോൾ വീണ ജോർജ് ആലോചിക്കുന്നത്. എവിടെയാണ് ആ ചതി പറ്റിയത്? സംഭവം നേരിട്ട് കണ്ടു എന്ന് പറയപ്പെടുന്ന ദൃക്സാക്ഷികളായിട്ടുള്ള പോലീസുകാർ നൽകിയ മൊഴി എന്ന് പറയപ്പെടുന്നത് അവിടെ ആയുധം ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണം നടന്നിട്ടില്ല, പകരം കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടന്നത് എന്നുള്ള പോലീസുകാരുടെ മൊഴി എല്ലാത്തിനും സാക്ഷിയായി എന്നുള്ളതാണ്. മന്ത്രിയുടെ പരാതിയിലെ വാദങ്ങളും വസ്തുതകളും തമ്മിലുള്ള ഈ വൻ വൈരുദ്ധ്യം വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് പറയാം. പ്രതിഷേധക്കാരെ കുടുക്കുവാൻ മന്ത്രി വ്യാജ പരാതി നൽകിയതാണോ എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നുണ്ട്. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നു എന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുമ്പോൾ അത്തരം മുറിവുകളോ ചതവുകളോ റിപ്പോർട്ടിൽ ഇല്ലാത്തത് ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് എന്ന സംശയം ബലപ്പെടുത്തുകയാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ മന്ത്രിക്ക് നേരെ ഉയർന്ന മർദ്ദനവാദം വരും ദിവസങ്ങളിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. മന്ത്രിയുടെ വാദങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ പൊളിയുന്നത് സർക്കാരിനും CPM-നും വലിയ രാഷ്ട്രീയ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്യണം. പ്രതിഷേധക്കാരെ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കാൻ മന്ത്രി പരുക്കുണ്ടാക്കി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണോ എന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉയർത്തുന്നത്. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നിട്ടില്ല എന്ന പോലീസ് മൊഴിയും പരുക്കുകളില്ല എന്ന ഡോക്ടർമാരുടെ കണ്ടെത്തലും പുറത്തു വന്ന സാഹചര്യത്തിൽ മന്ത്രി വീണ ജോർജ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം ഇതോടുകൂടി ശക്തമാകും. കേസിൽ ഇതുവരെ വീണ ജോർജ് പോലീസിന് മൊഴിയും നൽകിയിട്ടേയില്ല. നേരത്തെ തന്നെ മന്ത്രിയെ എയിംസിലെ വിദഗ്ധർ വന്ന് പരിശോധിക്കണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു. പരിഹാസമാണെങ്കിലും അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളതാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ഒരു CPM പാർട്ടി ഓഫീസായി മാറ്റിയിരിക്കുകയാണ് എന്നും മന്ത്രിയെ അങ്ങോട്ട് മാറ്റിയത് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് എന്നും അന്ന് മുരളീധരൻ ആരോപിച്ചിരുന്നു. മന്ത്രി എന്ന നിലയിൽ പരാജയമാണ് എങ്കിലും വീണ ജോർജിൻ്റെത് നല്ല അഭിനയമാണ് എന്നുകൂടി മുരളീധരൻ അന്ന് പരിഹസിച്ചിരുന്നു. മന്ത്രിയുടെ പരിക്കുകൾ കേവലം നാടകമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും യുവജന സംഘടനകളും. എന്നാൽ ആക്രമണം ആസൂത്രിതമാണ് എന്ന് ആരോപിച്ചു CPM-ഉം DYFI-യും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. കിണറ്റിൽ ചാടിയവൻ മാഡത്തെ കുളത്തിൽ ചാടിച്ചു എന്നും മന്ത്രിയെ ഉപദേശിച്ചത് നികേഷ് കുമാർ ആണ് എന്നും KPA മജീദ് അടക്കം കുറ്റപ്പെടുത്തുകയും ചെയ്തു. സത്യത്തിൽ വീണ ജോർജിനെ ചതിച്ചത് ആ പോലീസുകാരൻ തന്നെയല്ലേ? അതായത് ദൃക്സാക്ഷികളായിട്ടുള്ള ആ 3 പോലീസുകാർ. ആരോഗ്യമന്ത്രിയുടെ നിലവിളി ഇപ്പോൾ ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ പാവപ്പെട്ട KSU-കാരന്മാരെ ജയിലിലടയ്ക്കുവാനും തൂക്കിക്കൊല്ലുവാനും നടത്തിയ ഇവരുടെയൊക്കെ പ്രകടനം അസ്ഥാനത്തായിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും വീണ ജോർജ് രക്ഷപ്പെട്ടു. പക്ഷേ വീണ ജോർജിനെ ചതിച്ച പോലീസുകാർ രക്ഷപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്നുക.